സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ 4 ആഴ്ചയ്ക്കകം നടത്തണം എന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാന GS എന്ന ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ഓഫീസ് ടൈം 5 മണിക്ക് വരെയുണ്ട്. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ കൗൺസിലേഴ്സൊക്കെ റിക്വസ്റ്റ് സെക്രട്ടറി കൊടുത്തു. ആ പ്രോസസ് കംപ്ലീറ്റ് ആയപ്പോഴേക്കും 4 തന്നെ ചെയ്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് മിനി PS എന്ന ഞാൻ. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ 20 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് ഇന്ന് രാവിലെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. അതായത് ദൈവങ്ങളുടെ പേരിലെ സത്യപ്രതിജ്ഞ അസാധുവാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ മേയർ VV രാജേഷ് മാധ്യമങ്ങളെ കണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിശദമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരം പെട്ടെന്ന് മിന്നൽ നീക്കമാണ്. മേയർ VV രാജേഷും ഈ 19 അതായത് 20 കൗൺസിലർമാരായിരുന്നു സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യേണ്ടിയിരുന്നത്. നിലവിലിപ്പോൾ 19 കൗൺസിലർമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത്. എന്തായാലും പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്. ഈ ഒരു ചടങ്ങ് നിലവിലിപ്പോൾ നഗരസഭയിൽ നടക്കുകയാണ്. ഹൈക്കോടതിയുടെ WPC നമ്പർ 1502/2026 ഉത്തരവ് പ്രകാരം 21/12/2025 സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ബഹു ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് പ്രകാരം 20 കൗൺസിലർമാരും ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ ബഹുകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 1995 കേരള മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ, ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്നിവരുടെ സത്യപ്രതിജ്ഞ ചട്ടങ്ങൾ പ്രകാരം 19 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് നോട്ടീസ് നൽകുകയും ആയത് പ്രകാരം ബഹുമാനപ്പെട്ട മേയർ ഇന്നേ ദിവസം 24/6/2026 വൈകിട്ട് 4:30 തീയതി നിശ്ചയിച്ച് നൽകിയിട്ടുമുള്ളതുമാണ്. ഈ യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട മേയറെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാന GS എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് മിനി PS എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. എന്നാൽ അതിലൊരു കൗൺസിലറായ സുഗതൻ, വാഴോട്ടുകോണം കൗൺസിലറായ സുഗതൻ നിലവിലിപ്പോൾ ജയിലിലാണ്. കാപ്പ കേസിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് നടക്കും എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇനിയൊരു വിശദീകരണം വരേണ്ടതുണ്ട്. ഇത്ര വേഗത്തിലൊരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനുള്ള കാരണം എന്താണ് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മേയർ VV രാജേഷ് തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. മേയറെ, ധൃതി പിടിച്ചുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്തായിരുന്നു? കാരണം എന്തായിരുന്നു? ഇന്ന് രാവിലെ ഉള്ള റിപ്പോർട്ട് 29 മറ്റോ നടക്കുമെന്നായിരുന്നു. അല്ല, 29 കൗൺസിലാണ്. കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗമാണ് 29 നിശ്ചയിച്ചിട്ടുള്ളത്. അത് 29 നടക്കും. സത്യപ്രതിജ്ഞ ഞങ്ങൾ ആ കോടതിയുടെ ഉത്തരവ് വിധി പകർപ്പ് സർട്ടിഫിക്കറ്റ് കോപ്പി കയ്യിൽ കിട്ടിയതിന് ശേഷം വായിച്ചു നോക്കിയപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ 4 ആഴ്ചയ്ക്കകം നടത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ഓഫീസ് ടൈം 5 മണിക്ക് വരെയുണ്ട്. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ കൗൺസിലേഴ്സൊക്കെ റിക്വസ്റ്റ് സെക്രട്ടറി കൊടുത്തു. ആ പ്രോസസ് കംപ്ലീറ്റ് ആയപ്പോഴേക്കും 4 തന്നെ ചെയ്തു. 20 പേരുടെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ഒരാൾ കൂടിയുണ്ട്, സുഗതൻ കൂടിയുണ്ട്. അത് സ്വാഭാവികമായിട്ടും കോടതിയുടെ ഉത്തരവ് വാങ്ങിയിട്ട് കേസ് ഫയൽ ചെയ്തിട്ട് എന്താ പറയുന്നത് നോക്കി അതനുസരിച്ച് ചെയ്യും. BJPയുടെ 20 കൗൺസിലർമാരും ഇത്തരത്തിൽ ഭരണഘടനാ ലംഘനമായ രീതിയിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നഗരസഭയിൽ നടത്തിയത്. അതായത് ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ നടത്തിയത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കാട്ടിയായിരുന്നു
ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഈ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയും അസാധുവാണ് എന്ന് കോടതിയുടെ നിരീക്ഷണം വന്നത്, ഉത്തരവ് വന്നത്. ഇതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞാ ചടങ്ങ് നഗരസഭയിൽ നടന്നിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.